Hey guys, welcome back to our channel. It's we Dwanati Blog. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിൽ എങ്ങോട്ടേക്കാണ് എന്നൊരു എന്താ പറയുക ചോദ്യം നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മെറൂസില കൺവെൻഷൻ സെൻറ്റർ താമരശ്ശേരിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് താമരശ്ശേരിയിൽ വട്ടോളി എന്ന് പറയും, ഇളയിലത്ത് വട്ടോളി. നമ്മുടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഫുള്ളായതുകൊണ്ട് ഇവിടത്തേക്കാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, ഉമ്മച്ചി, ഹയ, ഹാദി, ബാപ്പച്ചി, പിന്നെ ദുവുണ്ട്, അന്നത്തുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ ബാപ്പച്ചി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നു. നമ്മൾ ഒരുവിധം വയനാട്ടിലുള്ള എല്ലാവരും തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ കയറുമ്പോൾ തന്നെ ബാപ്പച്ചീൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ നമ്മുടെ ആലിക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ റൈറ്റിൽ കാണുന്ന സ്ഥലത്താണ് ഡെസേർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് ബാപ്പച്ചീൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ആലിക്ക. അപ്പോൾ അവിടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ കുപ്പിവളകളാണ് കേട്ടോ. അപ്പോൾ കുപ്പിവളകളുണ്ട്, അതുപോലെ ജ്യൂസ് ഉണ്ട്, പിന്നെ ഇതാ കടിയായിട്ട് ഇതാ ഉഴുന്നുവട, പഴംപൊരി, അച്ചപ്പം, പിന്നെ നല്ലൊരു പായസം ഗൈസ്. അടിപൊളി ടേസ്റ്റ്, ഞാൻ കുറേ വട്ടം കുടിച്ചു. അപ്പോൾ ഇതാ പായസം, പിന്നെ നമ്മുടെ മെമ്മറീസിൻ്റെ ഐസ്ക്രീം. അപ്പോൾ ഇതാ അമ്മച്ചിയൊക്കെ പായസം കുടിച്ച് ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഉപ്പിലിട്ടത്. പല വെറൈറ്റി ഓഫ് ഉപ്പിലിട്ടുണ്ട്, ബത്തക്ക വരെ ഉപ്പിലിട്ടുണ്ട്. പിന്നെ ഇതാ കുപ്പിവളകൾ, ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാമെന്നാണ്, അൺലിമിറ്റഡ് ആയിട്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഈ സാധനമാണ് 150 ചേരുവ ഉണ്ടാക്കുന്ന ഒരു ചായ. അപ്പം അതിൻ്റെ എന്താ പറയുക സ്പെഷ്യാലിറ്റീസും എല്ലാം നമ്മുടെ ഇതിൻ്റെ മേക്ക് ചെയ്യുന്ന ആൾ തന്നെ പരിചയപ്പെടുത്തി തരൂ. അപ്പോൾ നമുക്ക് അയാളൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ്. ഇതാണ് തമിഴ്നാട് പുളിയമ്പട്ടി മൂലിക ചായ. ഇതിൽ 115 ചേരുവയായിട്ട് ചായപ്പൊടിയില്ല, പാലില്ല, പഞ്ചസാരയില്ല. ശർക്കര, കരിപ്പട്ട, ഹണി, ചുക്ക്, മിളക്, തിപ്പിലി, അശ്വഗന്ധ, അതിമധുര, കരിഞ്ജീരക, വെള്ളക്കുരുമുളക്, വാൾക്കുരുമുളക്, അതല്ലാതെ കുറച്ച് ചീരകൾ, പച്ചക്കറികൾ, കുറച്ച് ആയുർവേദം, അങ്ങനെ എല്ലാം കൂടി മിക്സിംഗ് ആയിട്ട് 115. ഇതിൽ നേരത്തെ കഴിച്ചാൽ 2 പൊറോട്ട കൂടുതൽ കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടാകും. ഫുഡ് കഴിച്ചിട്ട് വന്നാൽ വിത്തിൻ 5 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ഓൾ ഡൈജഷൻ. ഇത് തമിഴ്നാട് സ്പെഷ്യലാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാരണം കൂടുതൽ എല്ലാവരും ചോദിക്കുന്നു. താങ്ക് യു. അബ്ദുൽ നാസറിൻ്റെയും മണിമ മാമി അല്ലെങ്കിൽ ആമിനൽ അജ്ജുമയുടെയും മകനായ നാസറിൻ്റെയും കൂരി നിഷിതയുടെയും മകൾ ആയിഷയും പാളയങ്കോട്ട് വീട്ടിൽ മുഹമ്മദ് ബഷീർ, മിനി ദമ്പതികളുടെ മകൻ റാഷിദ് എന്നിവരും തമ്മിലുള്ള നിക്കാഹിൻ്റെ വേദിയിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒട്ടും പരത്തി പറയുന്നില്ല, വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ സദസ്സിൽ VIP-കളില്ല, അല്ലെങ്കിൽ എല്ലാവരും VIP-കളാണ്. അതുകൊണ്ട് എല്ലാ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം ഈ 2 കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ നാച്ചിക്ക, അതായത് നമ്മുടെ ബ്രൈഡിൻ്റെ ഉപ്പട്ടോ. മുപ്പൻ്റെ മുണ്ട് എന്ന് പറഞ്ഞാൽ മൈക്കിങ് ക്ലോത്തിങ്ങിൽ നിന്ന് ഡിസൈൻ ചെയ്തെത്തിയ കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നൗഷാദക്ക ബാപ്പച്ചീൻ്റെ കസിനാണ്, അതുപോലെ നാച്ചിക്കും ബാപ്പച്ചീൻ്റെ കസിനാട്ടോ. പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുറേ നമുക്കറിയുന്ന ആൾക്കാർ, അതായത് നമ്മുടെ കുടുംബക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട് അതിന് വയനാട്ടിലത്തെ, ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരാണ്. നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റാണ്, നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മച്ചി 28 ജൂണിന് ഉമ്രക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരോടും പറയുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാപ്പച്ചീൻ്റെ കസിൻ്റെ ഭാര്യയാണ്, ഇപ്പോൾ ഉമ്മച്ചീൻ്റെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കറിയായിട്ട് ബീഫും മട്ടനും ചിക്കനും, അതുപോലെ ഗീ റൈസും പൊറോട്ടയും നെയ്പ്പത്തിലും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പാൽക്കപ്പ, അതുപോലെ പിന്നെ നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾക്ക് ടേബിൾ ചെറുതായിട്ടൊന്ന് മാറി മാറി കിട്ടേ. ഞാൻ അപ്പുറത്തെ ടേബിളിലും അന്നത്തേക്ക് ഇപ്പുറത്തെ ടേബിളിലായിട്ട് ഇരുന്നത്. പിന്നെ കുഴപ്പമില്ല അതാ. അപ്പോൾ എല്ലാവരും നമുക്ക് എന്താ പറയുക, കാറ്ററിംഗ് ടീമും ഭയങ്കര നല്ലൊരു ടീമാണ്. കാരണം നമുക്ക് ഇരിക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുതരുന്നുണ്ട്. ബൊഫെ ആണെങ്കിലും നല്ലൊരു
സർവീസ് തന്നെയായിരുന്നു. അതുപോലെ ഫുഡും നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മുടെ ചെക്കൻ്റെ ടീംസാണ് കേട്ടോ. ഇവരൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് നമ്മളെല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ട്. ഓലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കര നമ്മളോടൊക്കെ പെട്ടെന്ന് കമ്പനിയൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓലൊക്കെ ഒന്ന് വീഡിയോയിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടി ബേബിനെ കളിക്കാൻ കുടിക്കാം. യാത്രയൊക്കെ പറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മച്ച് പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ തന്നെ കരയാനും തുടങ്ങി. ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര റഷാണ്. കാരണം ഞാൻ പറഞ്ഞത് നേരത്തെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത് തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ നിന്നാണ്. പോലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ടില്ലാണുള്ളത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക പാട്ടൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ കൊടുത്താൽ കോപ്പറേറ്റ് ആവുന്നതുകൊണ്ടാണ് കേട്ടോ. ആ സമയത്ത് ഹയനെ ഞാൻ അവിടെ മണവാട്ടിയാക്കി അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. ഒക്കെ എന്താ പറയുക മണവാട്ടി ആവണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയതാണ്. ഉമ്മച്ചീൻ്റെ തന്നെ യാത്ര വഴിയിൽ വീണ്ടും തുടർന്നു. ഉമ്മച്ചി ഇങ്ങോട്ട് വന്ന് തന്നെ കുറേ കുടുംബക്കാരെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഹായും ദോയും ഭയങ്കര കളിയിലാണ്. ദോ എന്ത് ചെയ്യുന്നോ അതൊക്കെയാണ് ഹായ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദോ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ രണ്ടാളും. അപ്പോൾ ഓരോ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഞാൻ ഈ കാണിക്കുന്ന ആളാർക്കെങ്കിലും അറിയെങ്കിൽ ഓരോന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇത് നമ്മൾ ഇച്ചേനെ എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ ഡ്രസ്സ് ഇട്ട ആളെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇത് ഇച്ചായ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടി ഇച്ചായ തംസപ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ കൽപ്പറ്റയിലെ ജഡ്ജ് ഓൾ സിറ്റിംഗ് ജഡ്ജ് വന്നത്. അപ്പോൾ നമ്മൾ ഓലെയും കൂടി വെൽക്കം ചെയ്തു. ഇതും ബാപ്പച്ചിൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. നമ്മുടെ എല്ലാ വീഡിയോയും വ്യൂ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. മൂപ്പര് മോളാണ് എടുത്തിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ കുപ്പിവാട സെലക്ട് ചെയ്യാൻ വന്നു. ഉമ്മച്ചിക്കും അന്നുത്താക്കും പിന്നെ നീൽത്ത ഇവിടെ ഇല്ല. അപ്പോൾ നീൽത്താക്കും നമ്മൾ കുപ്പിവാട സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇവർ തപ്പുന്നുണ്ട്. ഭയങ്കര തപ്പലാണ് തപ്പുന്നത് കേട്ടോ. ഓരോ വാഴ ഇട്ട് നോക്കും. അത് ചെറുതാണെന്ന് അറിയോ. അപ്പോൾ അതിൻ്റെ വലുതെടുക്കും. ആ കളർ വേണ്ട വേറെ കളർ എടുക്കുമെന്ന് അറിയൂ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ 151 സ്പെഷ്യൽ ഇട്ട ചായ അത് ഉമ്മച്ചി കുടിച്ചു നോക്കിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ബാപ്പച്ചീൻ്റെ കുടുംബക്കാരനാണ്. അതുപോലെ ഇത് അർഷൂക്ക നമ്മുടെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ. ഇത് നമ്മുടെ കഥാകൃത്താണ് കേട്ടോ. ആലി എന്നാണ് പറയുക. പള്ളിയാൽ ആലി എന്നാണ് പറയുക. അപ്പോൾ മൂപ്പര് അത്യാവശ്യം നല്ല ഫേമസ് ആണ്. മൂപ്പര് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ കുറേ വായിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കഥകളാണ് മൂപ്പര് എഴുതുന്നത്. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു എന്നുള്ള നാച്ചിക്കാൻ്റെ ചോദ്യത്തിനുള്ള റിവ്യൂ ആണ് ബാപ്പച്ചി ഇപ്പോൾ കൊടുത്തത് കേട്ടോ. ഇത് രണ്ടും എൻ്റെ കസിൻസാണ്. പിന്നെ അർഷുക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതും എൻ്റെ കസിനാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്നെ ഇട്ട് ഊക്കുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.